നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാലേ എന്നും ചോറും നമ്മുടെ രീതിയിലുള്ള ഭക്ഷണമൊക്കെ അല്ലേ കൊടുക്കാറുള്ളത്. ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? അപ്പോൾ നമുക്കിന്ന് ആന്ധ്ര സ്റ്റൈൽ ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. ഈസി ആയിട്ട് നമുക്ക് വെറും 45 മിനിറ്റിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിന് ആദ്യം വേണ്ടത് റൈസ്, ബാസ്മതി റൈസോ ജീരകശാല റൈസോ എടുത്ത് എത്രയാണോ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് 1 മണിക്കൂർ നമുക്ക് കുതിരാനായിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് അടുപ്പ് ഓൺ ചെയ്തതിലേക്ക് ഒരു കുക്കർ വെച്ചത് ചൂടായതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും അതേപോലെ കുറച്ച് എണ്ണയും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഹോൾ മസാല ചേർക്കാം. പെപ്പർ, ഷാജീര, ഏലക്ക, ഗ്രാമ്പൂ, ബിരിയാണി ഇല എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ലൈറ്റായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇത്തിരി ഉപ്പും പിന്നെ 1 കപ്പ് പുതിനയുടെ ഇലയും മല്ലി ഇലയും കൂടി ചേർത്തിട്ട് ഒരു 20 സെക്കൻഡ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും, അതേപോലെ വളരെ ടേസ്റ്റിയുമാണ്. ഇനി നമുക്ക് കുതിരാൻ വച്ചിരുന്ന അരിയിൽ നിന്ന് 3/4 ഭാഗത്തോളം എടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റോളം നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇവിടെ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള അരി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പക്ഷേ ഇത് 1 മണിക്കൂർ കുതിർത്തത് കൊണ്ട് 1 ഗ്ലാസ് അരിക്ക് 1.25 വെള്ളം മതി കേട്ടോ. 1.25 ഗ്ലാസ് മതിയാവും. ഇവിടെ ഞാൻ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട് അരി. അതിന് ഞാൻ 5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് പുതിന ഇല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് കൂടി പുറത്തിട്ട് കൊടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ സമയത്ത് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നാരങ്ങയുടെ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ 2 നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ നാരങ്ങയാണ്. ഒരു വലിയ നാരങ്ങയാണെങ്കിൽ 1 മതിയാവും കേട്ടോ. എന്നിട്ട് ഇത് ഒരു തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് മൂടി വെച്ച് അടച്ച് 1 വിസിൽ വന്നാൽ മതി. നമ്മുടെ റൈസ് സെറ്റായി കിട്ടും. ഇവിടെ നമ്മുടെ ചോറ് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ചിക്കൻ കറി വയ്ക്കാം. അതിലേക്ക് ഞാനിവിടെ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ട കാശ്മീരി ചില്ലി പൗഡറാണ്. ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1 സ്പൂണ് ഗരം മസാലയും 1.5 സ്പൂണ് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് പോകാം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ വേണ്ടാത്തവർ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ വേണ്ടത് ഏലക്കയും ഗ്രാമ്പുമാണ്. പിന്നെ നീളത്തിൽ മുറിച്ച ഉള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് ഉള്ളി വേണ്ട അതെടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് തന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത്തിരി കളറായിട്ട് കിട്ടും. എന്നിട്ട് അതെല്ലാം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു 1.5 മിനിറ്റോളം ഇളക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം മതി, 1 മിനിറ്റോളം ഇളക്കിയാൽ മതി. ഇനി വേണ്ടത് 2 ടൊമാറ്റോയാണ്, ചെറുതായിട്ട് മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ആ പാത്രം തന്നെ കഴുകിയിട്ട് അതിൽ ഒരു ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ. ഈ സമയം കൊണ്ട് ഗ്രേവിക്ക് ആവശ്യമുള്ള പേസ്റ്റ് തയ്യാറാക്കി എടുക്കാം.
ഇവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മൂടി തുറന്നിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട്, ഇപ്പോഴേ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പേസ്റ്റ് കൂടി ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. മതി, ഈ എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് പാകം. നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ തരണം. അതുപോലെ തുടർന്നുള്ള വീഡിയോയ്ക്ക് സപ്പോർട്ടും തരണം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.